കോഴിക്കോട് പ്രായമായ രണ്ട് വൃദ്ധ സഹോദരിമാർ വാടക വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിക്കാക്കുളം ഫ്ലോറിക്കൽ റോഡിലെ വാടക വീട്ടിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇരുവരുടെയും കൂടെ താമസിച്ച സഹോദരനെ കാണുവാനില്ല. ശനിയാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കോഴിക്കോട് കരിക്കാംകുളത്ത് രണ്ട് വൃദ്ധ സഹോദരികളായ ശ്രീജയ, പുഷ്പ എന്നിവരെ വെള്ളത്തുണിയിൽ പുതപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരൻ പ്രമോദ് സഹോദരിമാരുടെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയിരുന്നു. 3 പേരും വിവാഹിതരല്ല. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. ബന്ധുവിനെ ഇയാൾ സഹോദരൻ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധു വന്ന് വീട്ടിന്റെ ഉള്ളിൽ കയറി പരിശോധന നടത്തിയപ്പോഴാണ് 2 ബെഡ്റൂമിലായിട്ട് 2 ആള് മരിച്ച് കിടക്കുന്ന അവസ്ഥയിൽ കാണപ്പെട്ടത്. സഹോദരൻ മിസ്സിംഗ് ആണ്. സഹോദരിമാരിൽ ഒരാൾ മരണപ്പെട്ടെന്ന് പ്രമോദ് രാവിലെ 5 മണിക്ക് ബന്ധുക്കളെ അറിയിച്ചിരുന്നു. ബന്ധുക്കൾ സംഭവ സ്ഥലത്ത് എത്തിയപ്പോഴാണ് 2 പേരും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് ACP അരുൺ കെ പവിത്രൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മരണകാരണമായിട്ട് ബന്ധപ്പെട്ടതിന് കൂടുതലായിട്ട് പറയാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. അതുപോലെ പ്രമോദനെ കിട്ടിയതിന് ശേഷമായിരിക്കും ബാക്കി കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുക. സംഭവ സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. സമീപത്തെ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ ചില രോഗങ്ങൾക്കായി ചികിത്സ തേടി വന്ന സഹോദരിമാരാണ് ശ്രീജയും പുഷ്പയും എന്നാണ് അയൽവാസികൾ പറയുന്നത്. സംഭവത്തിൽ ചേവായൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൈരളി ന്യൂസ്, കോഴിക്കോട്.